നുണ പറയുന്നത് തെറ്റാണല്ലോ. പക്ഷെ ആ പ്രസ്തുത സിറ്റുവേഷനിൽ നുണ പറയുന്നത് ശരിയായി മാറുന്നു. ആ കുട്ടിയെ ഇവർ നിർബന്ധിച്ച് ഒരു ഡോക്ടറൊക്കെ ആക്കി മാറ്റി കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നല്ല ഡോക്ടറായിരിക്കില്ല. നന്മ തിന്മ, ശരി തെറ്റ്, പുണ്യം പാപം, ഈ വാക്കുകളൊക്കെ മനുഷ്യൻ എന്തിനു വേണ്ടി ഉണ്ടാക്കി. അപ്പോൾ അപ്പുറത്തെ വളപ്പിലെ പുണ്യം ഇപ്പുറത്തെ വളപ്പിലെത്തുമ്പോഴേക്കും എന്തായി? പാപമായി. അപ്പം മതത്തിൻ്റെ ഫിലോസഫിയിൽ ഇങ്ങനെ കുറേ കോൺഫ്ലിക്ട്സ് വരും. ഒരു വലിയ നിയമം ഇവിടെ ഉണ്ടെങ്കിൽ ആ വലിയ നിയമത്തിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് മാത്രമേ ബാക്കി നിയമങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിനെ അനുസരിച്ചേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവിച്ചിട്ട് ഞാൻ എല്ലാം പഠിക്കും എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതം ഒരുപാട് വേസ്റ്റ്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായി. എനിക്ക് അവളെ കേസ് കൊടുത്ത് പണിഷ് ചെയ്യുവാനുള്ള അധികാരമൊന്നുമില്ല. സഹിഷ്ണുതയാണ് ഏറ്റവും വലിയ നന്മ. ഞാൻ നിന്നിൽ നിന്നും വിഭിന്നനാണെന്നും നീ എന്നിൽ നിന്നും വിഭിന്നനാണെന്നും നമ്മളുടെ രണ്ടുപേരുടെ വിഭിന്ന സ്വഭാവങ്ങൾ വിഭിന്നമായിരിക്കെ തന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നും മനസ്സിലാക്കലാണ് യഥാർത്ഥ നന്മ. ഹായ് എവരിവൺ, വെൽക്കം ടു മോഡേൺ വിസ്ഡം മലയാളം പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മൊയ്തീൻ. എൻ്റെ കൂടെയുള്ളത് അനിൽകുമാർ PC, ദ മൈൻഡ് ട്യൂണർ, മെഡിറ്റേഷൻ ടീച്ചർ, എ ഫിലോസഫർ ആൻഡ് എ ലൈഫ് കോച്ച്. സയൻസ്, സ്പിരിച്വാലിറ്റി, സൈക്കോളജീൻ്റെ ബ്ലെൻഡിൽ നിന്ന് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിന് ഒരു എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവർ കൂടിയാണ് അദ്ദേഹം. വെൽക്കം ടു ദ പ്രോഗ്രാം. താങ്ക് യു. ഇന്ന് കുറച്ചൊരു മൊറാലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഏരിയയിലോട്ടാണ് എനിക്ക് പോകാനുള്ളത്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മൊറാലിസ്റ്റിക് എന്ന് പറയുന്ന അറിയില്ല, കറക്റ്റ് വേർഡാണെന്ന് അറിയില്ല, ബട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഓരോ മെയിനായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന സമയങ്ങളിൽ നമ്മളെ ഏതൊരു മനുഷ്യനും ഉള്ളിലുണ്ടാവുന്ന ഒരു തോട്ടാണ് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത്. ഹ്യൂമനെ സംബന്ധിച്ചിട്ടുള്ളൊരു മോറൽ ഡെലിമ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട്, ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന്. പക്ഷേ ഇന്ന് നമുക്കറിയാം, നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ, കാഴ്ചപ്പാടുകളും പെർസ്പെക്റ്റീവുള്ള ആളുകളോടൊപ്പം നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾക്കുള്ള ഒരു ശരി, ഒരാൾക്കുള്ള ശരി മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം, മറ്റൊരാൾക്കുള്ള തെറ്റ് ഒരാൾക്ക് ശരിയായിരിക്കാം. അതിന് ഓരോ കൾച്ചറിലോട്ടും ഓരോരോ രാജ്യങ്ങളിലോട്ടും അല്ലെങ്കിൽ ഈവൺ അങ്ങനെ പോകുമ്പോഴും അതിനും ഒരു വലിയൊരു വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു പോവും ശരിക്കും നമ്മൾ ഓരോ ഘട്ടത്തിൽ. ഇപ്പോൾ എസ്പെഷ്യലി ഈ ഒരു ഗ്ലോബലൈസേഷനുള്ള ഒരു വേൾഡിൽ ഇപ്പോൾ എല്ലാവരും കണക്റ്റഡ് ആണ്. അങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്യുന്നൊരു വേൾഡിൽ ഏതൊരു ഘട്ടത്തിൽ നമ്മൾ ചോദിച്ചു പോകുന്നൊരു കാര്യമാണ് നമ്മളുടെ ലൈഫിൽ ക്രിട്ടിക്കലായ ഡിസിഷൻസ് എടുക്കുമ്പോൾ. ഉദാഹരണത്തിന് നമ്മൾ കരിയർ ആണെങ്കിൽ, ഒരു പാർട്ട്ണർ ചൂസ് ചെയ്യാനാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരാം, എന്താണ് ശരി, എന്താണ് തെറ്റ്. അപ്പോൾ അങ്ങനെ അതിനൊരു എക്സ്പ്ലനേഷൻ പറയാമെന്ന് വെച്ചാൽ, എൻ്റെ ശരി എൻ്റെ തെറ്റും പറഞ്ഞാൽ മതിയോ? അത് വെച്ച് തുടങ്ങാം നമുക്ക്. എൻ്റെ ശരി എൻ്റെ തെറ്റും വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് പറയാം. എനിക്ക് ഗ്ലോബലായിട്ടുള്ള ശരിയും തെറ്റും നിർണ്ണയിക്കാൻ ഞാൻ ആരും അല്ലല്ലോ. നമ്മൾക്ക് ശരി തെറ്റ് കോൺസെപ്റ്റുകൾ ഉണ്ടായത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കാം. ഇപ്പോൾ ഗ്ലോബലൈസേഷനൊക്കെ ആയതിനു ശേഷം ശരി തെറ്റുകൾ വീണ്ടും കൺഫ്യൂഷൻ കൂടി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊന്നുമല്ല, പണ്ട് മുതലേ അതിൽ കൺഫ്യൂഷൻ ഉണ്ട്. അമ്മയെ തല്ലിയാലും രണ്ട് വശമുണ്ട് എന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. ചിലർ പറയും എന്തൊക്കെയായാലും അമ്മയെ തല്ലിയത് ശരിയായില്ല എന്ന് പറയും. ചിലർ പറയും ആ തള്ളക്ക് രണ്ട് കിട്ടേണ്ടതായിരുന്നു എന്നും പറയും. ഇങ്ങനെ സാധ്യതയുണ്ട്. പണ്ട് മുതലേ ഉള്ളൊരു രീതിയാണത്. നമ്മുടെ ചുറ്റും നടക്കുന്ന മിക്ക കാര്യങ്ങൾക്കും രണ്ട് വശമുണ്ട്. ഒരാളതിനെ ശരിയെന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരാളതിനെ തെറ്റെന്ന് അപലപിക്കുവാൻ സാധ്യതയുണ്ട്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. എന്താണ് ശരി, എന്താണ് ശരിക്കും തെറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കൽ. കാരണം മൊറാലിറ്റീസ് തന്നെ പല ടൈപ്പുണ്ട്. ഒന്ന് സോഷ്യൽ മൊറാലിറ്റി, റിലീജിയസ് മൊറാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ ജുഡീഷ്യണൽ മൊറാലിറ്റി, അങ്ങനെ പല മൊറാലിറ്റീസ് ഉണ്ട്. ഇതിൽ ഏത് മൊറാലിറ്റിയിൽ നിന്നിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് ശരിയുടെയും തെറ്റിൻ്റെയും അർത്ഥം മാറും. ഇപ്പോൾ നിങ്ങളുടെ റിലീജിയസ് മൊറാലിറ്റി വെച്ചിട്ട് ശരി എന്ന് പറയുന്നൊരു കാര്യം ഒരു പക്ഷേ നമ്മുടെ ജുഡീഷ്യൽ മൊറാലിറ്റി അനുസരിച്ച് അത് തെറ്റായിരിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഏതിൻ്റെ കൂടെ നിൽക്കും, അങ്ങനെയൊക്കെ ഒരു ചോദ്യം. അവിടെയൊക്കെ ഫൈറ്റ് ഉണ്ടാവും. ഇത് രണ്ടും തമ്മിൽ എപ്പോഴും ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ശരിയുടെയും തെറ്റിൻ്റെയൊക്കെ കണ്ടുപിടുത്തം, എന്തിനാണ് മനുഷ്യൻ നന്മ തിന്മ, ശരി തെറ്റ്, പുണ്യം പാപം, ഈ വാക്കുകളൊക്കെ മനുഷ്യൻ എന്തിനു വേണ്ടി ഉണ്ടാക്കി, എന്തിനു വേണ്ടി ഇത് എഡ്യൂക്കേറ്റ് ചെയ്തു, ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് അറിയണ്ടേ? ഇപ്പം നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് ആരെയെങ്കിലും ദേഷ്യപ്പെടാൻ പഠിപ്പിക്കാറുണ്ടോ? അങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടോ?
അത് ഇൻസ്റ്റിങ്ക്റ്റായിട്ട് വരും. ഇൻസ്റ്റിങ്ക്റ്റായിട്ട് വരും. ആരെയെങ്കിലും കാമം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ മനുഷ്യനിൽ ഇൻസ്റ്റിങ്ക്റ്റായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ജന്തുസഹജമായ സ്വഭാവങ്ങളാണ്. ഇതിനെ നമ്മൾ പ്രൈമേറ്റ് കൾച്ചർ എന്ന് പറയാം. നമ്മളുടെ ജന്തുസഹജ സ്വഭാവങ്ങൾ നമ്മളിൽ സ്വാഭാവികമായിട്ട് വന്നേക്കാം. എന്നാൽ നമ്മളെന്ന ജന്തു, മനുഷ്യൻ എന്ന ജന്തു സാമൂഹികമായി ജീവിക്കുന്ന ഒരു ജീവിയാണ്, ഒരു സംഘജീവിയാണ്. കൂട്ടത്തോടെ ജീവിക്കുകയും പരസ്പരം ഉത്തരവാദിത്വങ്ങൾ ഷെയർ ചെയ്ത് ഒരുമിച്ച് പരസ്പരം കണക്റ്റഡായിട്ട് ഒരു വെബ് സൃഷ്ടിച്ച് ജീവിക്കുന്ന ജീവിയാണ്. അതെ. അപ്പോൾ അവിടെ അങ്ങനെ ഒരുപാട് ആളുകളെ ഒരുമിച്ച് കോർത്തിണക്കി ജീവിപ്പിക്കേണ്ടി വരുമ്പോൾ അവിടെ ശരികളും തെറ്റുകളും അനിവാര്യ ഘടകമായിട്ട് മാറും. അതുതന്നെ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനനുസരിച്ചിട്ട് ഈ ശരിക്കും തെറ്റിനും വ്യത്യാസങ്ങൾ വന്നേക്കാം. ഉദാഹരണത്തിന്, ഞാൻ ഒരു ഗോത്രത്തലവനാണെന്ന് വിചാരിക്കുക. വളരെ പ്രാചീന കാലത്തിലേക്ക് പോകാം നമുക്ക്. ഞാനൊരു ഗോത്രത്തലവനാണ്, മൊയ്തീനും ഒരു ഗോത്രത്തലവനാണ്. ഓക്കെ, എൻ്റെ ഗോത്രത്തിനകത്തൊരു 500 ആളുകളുണ്ട്, മൊയ്തീൻ്റെ ഗോത്രത്തിനകത്തും ഒരു 500 ആളുകളുണ്ട്. എൻ്റെ ഗോത്രത്തിനകത്തുള്ള എല്ലാ ആളുകൾക്കും ഞാൻ സത്യം മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പരസ്പരം ഗോത്രത്തിൽ എല്ലാവരും സത്യം മാത്രമേ പറയാവൂ, എന്നോടും എല്ലാവരും സത്യം മാത്രമേ പറയാവൂ, കള്ളം പറയുന്നത് മഹാപാപമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഗോത്രത്തിൽ നിന്ന് ഒരാളെ മൊയ്തീൻ്റെ ഗോത്രത്തിലുള്ള ആളുകൾ പിടികൂടിയെന്ന് വിചാരിക്കാം. പിടികൂടിയിട്ട് തല്ലിയാണ്, ചോദ്യം ചെയ്യുകയാണ്. ഞാൻ ഈ ഗോത്രത്തലവൻ താമസിക്കുന്നത് ഏത് ഗുഹയിലാണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അയാൾ അവിടെ സത്യം പറയുന്നത് ശരിയാണോ തെറ്റാണോ? കുഴപ്പിക്കുന്ന ചോദ്യമല്ലേ? അയാളെ പഠിപ്പിച്ചിട്ടുണ്ട് സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതാണ്. അത് ഈ ഗോത്രത്തിനകത്ത് ഇരിക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷെ അയാൾ ഇപ്പോൾ കിടക്കുന്നത് മറ്റേ ഗോത്രത്തിൻ്റെ ഒരു ശത്രു ഗോത്രത്തിൻ്റെ കയ്യിലാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. എവിടെയാണ് നിങ്ങളുടെ തലവൻ താമസിക്കുന്ന ലൊക്കേഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ അവിടെ നുണ പറയുന്നതായിരിക്കും ഈ ഗോത്രത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ശരി. അപ്പോൾ സത്യം മാത്രമേ പറയാവൂ എന്നൊരു ഫിലോസഫി അയാളുടെ മൈൻഡിലുണ്ടെങ്കിൽ അയാൾ പറയുന്നത് നുണയാണല്ലോ, നുണയാണ്, നുണ പറയുന്നത് തെറ്റാണല്ലോ. പക്ഷെ ആ പ്രസ്തുത സിറ്റുവേഷനിൽ നുണ പറയുന്നത് ശരിയായി മാറുന്നു, ഗോത്രത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഗോത്ര തലവനെ രക്ഷിക്കുവാൻ വേണ്ടി. അപ്പോൾ ശരി തെറ്റായി മാറുകയോ അല്ലെങ്കിൽ തെറ്റ് ശരിയായി മാറുകയോ ചെയ്യുന്ന മൊമെൻറ്റുകൾ കണ്ടില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ശരി അല്ലെങ്കിൽ ഒരു തെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഗോത്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നുണ പറയുന്നത് ശരിയാകും, മറ്റേ ഗോത്രത്തിലുള്ളവരോട് നുണ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ശരിയാവുക അവിടെ. അപ്പോൾ സത്യം മാത്രമേ പറയൂ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ അയാൾക്ക് നുണ പറയേണ്ടി വരുമ്പോൾ ഒരു സംഘർഷം ഉണ്ടാവില്ലേ? ആ സംഘർഷം അയാൾ സഹിക്കണം. ഒരു സമൂഹത്തെ അലൈൻഡായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു നിയമസംഹിത ആവശ്യം വരും. ഒരു ജനക്കൂട്ടവും ഒരു സമൂഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയും? ഒരു ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളും വ്യത്യസ്ത ഉദ്ദേശങ്ങളും ഉള്ള കുറേ പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്നു, ഒരു പൂരപ്പറമ്പൊക്കെ ജനക്കൂട്ടമാണ്. ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ഒരേ ഉദ്ദേശവും ഒരേ ആശയങ്ങളും ഒരേ ലക്ഷ്യങ്ങളും വെച്ച് ഒരു കൂട്ടം ജനങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്, അവിടെ ചില നിയമങ്ങളുണ്ട്, അവിടെ ചില വാല്യൂസ് ഉണ്ട്. ഇതിനെ നമ്മൾ സോഷ്യൽ വാല്യൂസ് എന്നൊക്കെ പറയും. ഓരോ മേഖലയിൽ വ്യത്യാസം വരും. എത്തിക്കൽ വാല്യൂസ്, സോഷ്യൽ വാല്യൂസ്, മോറൽ വാല്യൂസ്, പേഴ്സണൽ വാല്യൂസ്, ഇങ്ങനെ പലതരം വാല്യൂസ് ഉണ്ട്. ഇതെല്ലാം മനുഷ്യൻ ബിൽഡ് ചെയ്തത് ഓരോ കാലഘട്ടങ്ങളിലെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഗോത്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒക്കെ. ഇങ്ങനെയാണ് ശരി തെറ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ശരി തെറ്റുകൾ ഉണ്ടാക്കിയ ഒരാളെന്തായാലും ഉണ്ടാവും. ഒരു ഗോത്രത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഗോത്രത്തിനകത്തുള്ള ശരിയും തെറ്റും ഉണ്ടാക്കിയത് ആ ഗോത്രത്തിൻ്റെ തലവനായിരിക്കും, അല്ലേ? അപ്പോൾ അത് മാറ്റങ്ങൾ വരുത്താം വേണമെങ്കിൽ. ഇന്ന് മുതൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ശരിയെന്ന് മാറ്റങ്ങൾ വരുത്താം. പക്ഷേ ആർക്കെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ? ആ തലവന് മാത്രമേ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്നൊക്കെ ഒരു മൂപ്പനോ ഒരു ഗോത്രത്തലവനോ തീരുമാനിക്കുന്നു. ഇത് വളരെ പ്രാചീനമായ കാലം. ഇനി മതങ്ങളൊക്കെ ഉണ്ടായ കാലത്തിലേക്ക് നമുക്കൊന്ന് വരാം. മതങ്ങളൊക്കെ കുറച്ചുകൂടെ വലിയ സമൂഹത്തെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മതത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ടാവും, അതിനകത്ത് നിയമസംഹിതകളുണ്ടാവും. അപ്പോൾ അതിൽ ചില ശരികൾ നിഷ്കർഷിച്ചിട്ടുണ്ടാവും, ചിലതൊക്കെ തെറ്റുകൾ എന്ന് പറഞ്ഞ് നിഷ്കർഷിച്ചിട്ടുണ്ടാവും. അത് ആ മതം മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ നാട്ടിൽ ആ മതം മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ മതത്തിൽ പറയുന്ന ശരികളും തെറ്റുകളും അവിടെയുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ പിന്നെയും കാലഘട്ടം മാറി
ലോകത്തിലുള്ള സകല മതങ്ങളും എല്ലായിടത്തും വ്യാപിച്ച ഒരു കാലഘട്ടത്തിലെത്തി നമ്മൾ. അതായത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തിൽ ഒരു 20 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഹിന്ദുവും ക്രിസ്ത്യാനി ഇസ്ലാമും ഒക്കെ ഉണ്ടാവും, പല മതത്തിലുള്ളവരുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറയാം, വേണമെങ്കിൽ മതത്തിൻ്റെ ചില കോൺസെപ്റ്റുകൾ പറയുകയാണ്. ഞാൻ മതത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടി എടുക്കുന്നതാണ്. റംസാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബലി പെരുന്നാൾ എന്ന് പറയുന്നൊരു പോയിന്റ് വരുന്നു. അപ്പോൾ ആസ് പെർ മുസ്ലിം കോൺസെപ്റ്റ്, ഒരു കാളയോ പശുവിനെയൊക്കെ കൊന്നിട്ട് ഒരു 50 പേർക്ക് വിതരണമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പുണ്യം കിട്ടുന്നൊരു പ്രവൃത്തിയാണ്, നല്ല പ്രവൃത്തിയാണ്, നന്മയാണത്. എന്നാൽ ഇതേ കാര്യം തൊട്ട് മുന്നിൽ ഒരു ഹിന്ദുവിൻ്റെ വീടുണ്ടെന്ന് വിചാരിച്ചു, ഇയാളുടെ കോമ്പൗണ്ടിൽ ഇത് നടക്കുകയാണ്, അയാളുടെ നന്മ അയാൾ ചെയ്യുവാണ്. ഒരു ടിപ്പിക്കൽ ചിന്താഗതിയുള്ള ഒരു ഹിന്ദു ചിന്താഗതിയുള്ള ഒരു ഹിന്ദു ഇപ്പുറത്തെ വീട്ടിലുണ്ടെങ്കിൽ ഈ പശുവിനെയൊക്കെ കൊല്ലുന്നത് പുള്ളിയുടെ ചിന്താഗതി അനുസരിച്ച് അത് പാപമാണ്. അപ്പോൾ അപ്പുറത്തെ വളപ്പിലെ പുണ്യം ഇപ്പുറത്തെ വളപ്പിലെത്തുമ്പോഴേക്കും എന്തായി? പാപമായി. അപ്പോൾ മതത്തിൻ്റെ ഫിലോസഫിയിൽ ഇങ്ങനെ കുറേ കോൺഫ്ലിക്ട്സ് വരും. അപ്പോൾ നമുക്ക് മതം വെച്ചിട്ടും ചിന്തിക്കാൻ പറ്റില്ല. എല്ലാ മതങ്ങളും മിക്സഡായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ മതത്തിൻ്റെ ശരികളും തെറ്റുകളും ആ മതത്തിനകത്തുള്ളവർക്ക് ഫോളോ ചെയ്തു പോകാൻ എളുപ്പമാണ്. പക്ഷേ ഒരു രാജ്യത്തിലുള്ള എല്ലാവരെയും കൂടെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു മതത്തിൻ്റെയും ചിന്താഗതികളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം സൊസൈറ്റി എല്ലാതരം ചിന്താഗതികളും ഉള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ആ മതത്തിലുള്ളവനും ഈ മതത്തിലുള്ളവനും ഒരു മതത്തിലും ഇല്ലാത്തവനും എല്ലാം ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വീണ്ടും ശരിതെറ്റുകൾ നിർണ്ണയിക്കുവാൻ പുതിയ ഒരു ആശയ സംഹിത ആവശ്യം വരും. ഈ ആശയ സംഹിതയെ പരിരക്ഷിക്കുവാൻ ഒരു വിഭാഗവും ആവശ്യം വരും. ഒരു മനുഷ്യർ വേണം, കുറച്ച് ഒരാശയം വേണം. ഇപ്പം മതം പറഞ്ഞാൽ മതത്തിൻ്റെ ആശയം കിടക്കുന്നത് മതഗ്രന്ഥത്തിലാണ്, അത് സംരക്ഷിക്കുന്നത് മതത്തിൻ്റെ പുരോഹിതന്മാരാണ്. ഇതുപോലെ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തിൽ ശരിതെറ്റുകൾക്ക് ഒരു നിർണയം ഉണ്ടാക്കുവാൻ വേണ്ടി ഇന്ത്യക്ക് ഒരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ പേരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലെ ശരിയും തെറ്റും വിഭാജ്യം ചെയ്യുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിനെ സംരക്ഷിക്കുവാനാണ് നിയമനിർമ്മാണ വിഭാഗവും നിയമത്തെ എക്സിക്യൂട്ട് ചെയ്യുന്ന വിഭാഗവും നിയമത്തിനെ തെറ്റിച്ചു കഴിഞ്ഞാൽ അതിനെ പരിശോധിക്കുവാനുള്ള ജുഡീഷ്യറി വിഭാഗവും. 3 വിഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഈ നിയമങ്ങളെ കാലത്തിനനുസരിച്ച് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ള നിയമം ഇതാണോ നിയമം? ഇതൊന്നൊരു നിയമമല്ല, നല്ല നിയമമല്ല, ഇതൊക്കെ മാറ്റണം എന്ന അഭിപ്രായം ഉണ്ടോ? മാറ്റിക്കോളൂ, നിങ്ങൾക്ക് മാറ്റാം. മൊയ്തീന് വേണമെങ്കിൽ രാജ്യത്തിൻ്റെ നിയമം മാറ്റാം. വെറുതെ കയറി ചെന്നിട്ട് മാറ്റാൻ പറ്റില്ല. മൊയ്തീൻ ജനസമ്മതനായി തിരഞ്ഞെടുക്കപ്പെട്ട് അവിടെ കയറിയിരിക്കണം, എന്നിട്ട് നിയമം മാറ്റാം. നിയമം ശരിയല്ല തോന്നി ആർക്കും മാറ്റാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ ആ രാഷ്ട്രീയത്തിൻ്റേതായ യഥാർത്ഥ രീതികൾ യൂസ് ചെയ്യേണ്ടി വരുന്നു മാത്രം. അപ്പം നിയമം നമുക്ക് പരിഷ്കരിക്കുവാനുള്ള സംവിധാനമുണ്ട്. ആ പരിഷ്കരിച്ച നിയമത്തെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന നിയമങ്ങൾ ശരിക്കും നടക്കുന്നില്ലെങ്കിൽ അതിനെ പരിശോധിക്കുവാനും വാദിക്കുവാനുമുള്ള ജുഡീഷ്യറി സംവിധാനങ്ങളുമുണ്ട്. ഇത്തരത്തിലൊരു രാജ്യത്തിൽ ഒരു നിയമപുസ്തകമുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഈ രാജ്യത്തിൻ്റെ അൾട്ടിമേറ്റ് നിയമം ആ നിയമപുസ്തകത്തിൽ പറയുന്നതാണ്. ആദ്യം ഞാൻ ചോദിച്ചില്ലേ എൻ്റെ ശരിതെറ്റ് എന്താണെന്ന് പറയണമെന്നുള്ളത്. എൻ്റെ ശരിതെറ്റ് ജുഡീഷ്യൽ മൊറാലിറ്റിയിലാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചിന്തിക്കുന്നത്, ഞാൻ ഈ കാര്യം ചെയ്യുന്നത് രാജ്യത്തിന് എന്നെ ശിക്ഷിക്കുവാനുള്ള അധികാരമുള്ള എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യുന്നുണ്ടോ, അതായത് രാജ്യത്തിൻ്റെ ഭരണഘടനാ ഗ്രന്ഥം പ്രകാരം ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, അതോ ആ ഭരണഘടനാ ഗ്രന്ഥം അനുമതി തന്നിട്ടുള്ള കാര്യമാണോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ കടമകളെയും എൻ്റെ ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചിട്ടുള്ള ബോധമുണ്ട് എനിക്ക്. അതുപോലെ എൻ്റെ അവകാശങ്ങളെക്കുറിച്ചിട്ടുള്ള ബോധവുമുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് തോന്നിയിട്ടുള്ളത് അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ശരി തെറ്റ് ആർക്കും, നമുക്ക് വേണമെങ്കിൽ രണ്ടുപേർക്കും കൂടെ ഇരുന്നിട്ടും നമ്മളുടെ ഇടയിൽ ശരി തെറ്റുകളുടെ ക്രൈറ്റീരിയ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ഈ ബിസിനസ് സ്ഥാപനത്തിൽ ഡൂസ് ആൻഡ് ഡോൺസ് തൊട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ഒരു ശരി തെറ്റുണ്ടാക്കാം. പക്ഷേ നമ്മളുണ്ടാക്കുന്ന ഡൂസ് ആൻഡ് ഡോൺസ്, ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, നമ്മളുണ്ടാക്കുന്ന ഡൂസ് ആൻഡ് ഡോൺസ് എങ്ങനെയാണെന്ന് വിചാരിച്ചോ, നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ജോലി ചെയ്യണം എന്നാണ് നമ്മൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ദിവസം ആ ജോലി ചെയ്യുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ 400 രൂപയാണ്. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാം. പക്ഷേ ഇത് രാജ്യം ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. എന്താ പ്രശ്നം അവിടെ? അതങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലേ, ആ റൈറ്റ്സ് കാരണം. കാരണം ഒരു വ്യക്തിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിൻ്റെ ടൈം രാജ്യം തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ആ ജോലിയുടെ സ്വഭാവം അനുസരിച്ചുള്ള മിനിമം വേതനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് തോന്നിയ പോലെ ഒരു ശരിയും തെറ്റും ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷെ അത് രാജ്യത്തിൻ്റെ നിയമങ്ങളുടെ കണ്ണിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ശിക്ഷിക്കപ്പെടും. അപ്പോൾ അതാ പറയുന്നത്, ഒരു വലിയ നിയമം ഇവിടെ ഉണ്ടെങ്കിൽ
ആ വലിയ നിയമത്തിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് മാത്രമേ ബാക്കി നിയമങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനെ അനുസരിച്ചേ പറ്റൂ. അത് നമ്മളെ പിടിച്ചുകൊണ്ട് ശിക്ഷിക്കുവാൻ ശക്തിയുള്ള ഒരു നിയമം അവിടെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് ശരി തെറ്റായിട്ട് കാണേണ്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ നിയമപരമായിട്ട് ഞാൻ ചെയ്യുന്നതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അത് നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ട് ആ ഒരു രീതിയിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ജീവിക്കാനായിട്ട് അല്ല. അപ്പം ചിലർ ചോദിക്കും, ഈ നിയമത്തെയൊക്കെ അനുസരിച്ചിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അതിപ്പോൾ വേണമെങ്കിൽ എനിക്കും ചോദിക്കാം. പക്ഷേ ആ നിയമത്തെ അനുസരിച്ചില്ലെങ്കിൽ നമ്മളെ പിടിച്ചു കൊണ്ടുപോകും, പണിഷ്മെൻറ്റ് കിട്ടും. നമ്മൾക്ക് ഭയമുണ്ട്, സത്യമല്ലേ അത്? നമ്മളൊരു രാജ്യത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഭരണഘടനയെ ഭയക്കണം. കാരണം നമ്മളെ പണിഷ് ചെയ്യുവാനുള്ള എബിലിറ്റി ഏത് ശക്തിക്കാണോ ഉള്ളത് അതിന് നമ്മൾ ഭയന്നേ ജീവിക്കാൻ പറ്റും. നമുക്ക് ഫുൾ ഫ്രീഡം ഒന്നും ഇല്ലല്ലോ. നമ്മൾ കുറേ പാരതന്ത്ര്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. അത് ഈ ഹ്യൂമൻ സൊസൈറ്റി ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമം എന്താണോ അതാണ് ആ രാജ്യത്തിലെ ശരി. ഇപ്പോൾ ഇത് വളരെ നമ്മളുടെ സോഷ്യൽ മൊറാലിറ്റി ആയിട്ട് ഘടകവിരുദ്ധമായിട്ടൊക്കെ പ്രവർത്തിച്ചേക്കാം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായി. എൻ്റെ ഭാര്യയ്ക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായി. എനിക്ക് അവളെ കേസ് കൊടുത്ത് പണിഷ് ചെയ്യുവാനുള്ള അധികാരമൊന്നുമില്ല. രാജ്യം നൽകുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള നിയമപ്രകാരം എനിക്ക് അവളുടെ കൂടെ ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കാം. ഡിവോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അവൾ ചെയ്യുന്നത് തെറ്റാണെന്നോ അതിന് പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നോ എനിക്ക് നിയമത്തിന് മുന്നിൽ ചെന്ന് വാദിക്കാൻ പറ്റില്ല. ഞാൻ അവളെ പണിഷ് ചെയ്യുന്നത് പോലും തെറ്റാണ്. ഞാൻ എന്തെങ്കിലും കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ നിയമത്തെ ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. സൊസൈറ്റിയുടെ മൊറാലിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര തെറ്റാണ് ചെയ്തത്, അതിന് വേണ്ട തക്ക ശിക്ഷ കൊടുക്കണമെന്നൊക്കെ എല്ലാവർക്കും പറയാം. പക്ഷേ രാജ്യം അതിന് ശിക്ഷിക്കില്ല. രാജ്യത്തിൻ്റെ അപ്ഡേറ്റഡ് അഡൾട്ടറി ലോ അനുസരിച്ചിട്ട് അങ്ങനെ ഒരു അഫെയർ ഉണ്ടാകുന്നതിനെ ഒരിക്കലും പണിഷ് ചെയ്യുന്ന ഒരു കുറ്റമായിട്ട് മാറ്റുന്നില്ല. അതൊരു ഡിവോഴ്സിനുള്ള ഗ്രൗണ്ടാണ്, പക്ഷേ അതിന് പണിഷ് ചെയ്യുന്നൊരു കുറ്റമായിട്ട് മാറുന്നില്ല അത്. അപ്പം നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, അത് ശരിയാണോ തെറ്റാണോ അതൊക്കെ വേറെ കാര്യം, റെസ്പെക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമത്തെയാണ്. അതിനനുസരിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, വേറെ വഴിയില്ല. അത് ആ ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നതിൻ്റെ ഓർഡർ കീപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ മൈന്യൂട്ട് ലെവലിൽ വരുന്ന സമയത്തുള്ള ചില ശരി തെറ്റുകളുണ്ടാവും. നമുക്ക് കുറച്ച് കണക്ട് ചെയ്യാം രാജ്യത്തിലുള്ള നമുക്ക്, പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരുന്നുണ്ടാവും. പറ്റുമായിരിക്കാം, പക്ഷെ അത്രയ്ക്ക് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം പോവില്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി ലൈഫിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഗിൽട്ട് ഉണ്ടാവാറുണ്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ. ഉദാഹരണത്തിന് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ തന്നെ എടുക്കാം. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പല ആളുകൾക്കും അതൊരു ഭയങ്കരമായിട്ട് ഉള്ളിലൊരു ഗിൽട്ട് ഫീൽ ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ ചിലരുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അത് അത്രയ്ക്ക് ഒരു കാര്യമല്ല, ഒരു തെറ്റല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾക്കും ഇതേ പറഞ്ഞ പോലെ ആ ഒരു കാര്യം വരാറുണ്ട്, ഈ ശരി തെറ്റിൻ്റെ ഒരു കാര്യം. അപ്പോൾ അവിടെ കൂടുതൽ ആളുകൾ സഫർ ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഈ ശരി തെറ്റിൻ്റെ കാര്യത്തിൽ സഫർ ചെയ്യുന്നത് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു ഗിൽട്ടാണ്, ഒരു സെൻസ് ഓഫ് ഗിൽട്ട്, ഞാൻ തെറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, ഈ ഒരു സെൻസ് ഓഫ് ഗിൽറ്റിനെയൊക്കെ? പ്രോപ്പർ നോളജ് ഉണ്ടാക്കുക. നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നത് സമർത്ഥിക്കുവാൻ നമ്മളുടെ കയ്യിൽ എന്തൊക്കെ പോയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് സമർത്ഥിക്കുവാൻ എന്തൊക്കെ പോയിൻ്റ് ഉണ്ട്. നമ്മൾക്ക് തന്നെ ഒരു റൈറ്റ് ആൻഡ് റോങ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഗിൽറ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾക്ക് വ്യക്തമായ ബോധമുണ്ടായിരിക്കണം ഞാൻ ചെയ്യുന്നത് ശരി തന്നെയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ശരി തെറ്റ് അല്ല നമ്മളുടെ ജീവിതത്തെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത്, ഇഷ്ടാനിഷ്ടങ്ങളാണ്. മനുഷ്യർ ശരി തെറ്റിൻ്റെ പിന്നാലെ അല്ല, മനുഷ്യർ ഇഷ്ടാനിഷ്ടങ്ങളുടെ പിന്നാലെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ആൺകുട്ടി, 19 വയസ്സുള്ള ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിക്ക് ഒരു ജിം ട്രെയിനർ ആകാനാണ് താല്പര്യം. അങ്ങനത്തെ ഒരു ഫിസിക് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ ജോബ് ചെയ്യുവാനാണ് താല്പര്യം. പക്ഷേ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കുട്ടി ജനിച്ച നിമിഷം മുതൽ തന്നെ ആ കുട്ടിയെ ഡോക്ടറാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കുട്ടിക്ക് ജിം ട്രെയിനർ ആകണം. ആൾ പറയുന്നത് എനിക്ക് നല്ല എന്താ പറയുക സ്റ്റൈൽ ആൻഡ് ഡ്രസ് കോഡൊക്കെ അണിഞ്ഞ് ദേഹത്ത് ടാറ്റോ ഒക്കെ അടിച്ച് മസിൽ വീർപ്പിച്ച് ഇങ്ങനെ നടക്കുന്ന അങ്ങനത്തെ ഒരു മനുഷ്യനായിട്ട് ആളുകളുടെ ഇടയിലുള്ള ഒരു മസിൽ പവറുള്ള ഒരു ഹീറോ ആയിട്ടൊക്കെ കാണപ്പെടണം സൊസൈറ്റിയിൽ. ഒരു അന്താരാഷ്ട്ര ലെവലിലുള്ള ജിം ട്രെയിനറായി മാറണം എന്നാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. പക്ഷേ അച്ഛനമ്മമാർ ആ കുട്ടി ജനിച്ച മൊമെൻറ്റ് മുതൽ തന്നെ എൻ്റെ കുട്ടി ഡോക്ടറാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ പ്രായത്തിലെത്തുന്ന സമയത്ത് ഈ കുട്ടി ഒരു സംഘർഷത്തിൽ അനുഭവിക്കുകയാണ്. ഈ കുട്ടി MBBS പഠിക്കാൻ പോകണോ അതോ ജിം ട്രെയിനർ ആകണോ? അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്ന് ടോക്സിക് ആയിട്ടല്ല, ഒരു പ്രഷറുണ്ട്. പക്ഷേ
കുട്ടി നീ ഇത് ചൂസ് ചെയ്യേ, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ പറഞ്ഞു തരുന്നത്, ഏതെങ്കിലും അച്ഛനമ്മ കുട്ടികൾക്ക് മോശം വരണമെന്ന് ചിന്തിക്കുമോ, നിൻ്റെ ഭാവി ചിന്തിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുട്ടി പറയുന്നുണ്ട് എനിക്ക് ആ ജോലി ഇഷ്ടമല്ല, എനിക്ക് ഈ ജോലിയാണ് ഇഷ്ടം. അപ്പോൾ ഇത് ആരുടെ ഭാഗമാണ് ശരി, ആരുടെ ഭാഗമാണ് തെറ്റ്? നമ്മുടെ അടുത്ത് വരുന്ന കേസുകളാണ് ഇങ്ങനത്തെയൊക്കെ. അപ്പോൾ മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി 18 വയസ്സൊക്കെ കഴിഞ്ഞൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സ് എന്താണോ, ആ വ്യക്തിക്ക് എങ്ങനെയുള്ളൊരു കരിയർ ചൂസ് ചെയ്യണമെന്നാണോ മനസ്സ് പറയുന്നത്, അത് ചൂസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അച്ഛനമ്മമാർക്ക് ആഗ്രഹിക്കുവാൻ അധികാരമുണ്ട്, പക്ഷെ കുട്ടിയുടെ മാനസിക അവസ്ഥ കൂടെ പരിഗണിക്കേണ്ടത് അവിടെ അനിവാര്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ പരിഗണിക്കാതെ ആ കുട്ടിയെ ഇവർ നിർബന്ധിച്ച് ഒരു ഡോക്ടറൊക്കെ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നല്ല ഡോക്ടറായിരിക്കില്ല. മാത്രമല്ല വ്യക്തിപരമായിട്ട് ആ വ്യക്തി വളരെയധികം മാനസിക സംഘർഷങ്ങൾ ആ കരിയറിൽ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഫലമായിട്ട് അവിടെ പോകുന്ന രോഗികളെ അത് ബാധിക്കും, അവരോടൊപ്പം ജോലി ചെയ്യുന്ന നഴ്സുമാരെ അത് ബാധിക്കും, കോവർക്കേഴ്സായിട്ടുള്ള ഡോക്ടർമാരെ അത് ബാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു മേഖലയിൽ തന്നെ ഫിറ്റല്ലാത്ത ഒരാളെ ആ മേഖലയിലേക്ക് ഇവർ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൊസൈറ്റിയുടെ ഒരു ജനറൽ കോൺഷ്യസ്നെസ്സിൽ വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും പഠിപ്പിക്കുവാൻ ഈ അച്ഛനമ്മമാർ പൈസ ചിലവാക്കാൻ തയ്യാറാണ്, ഈ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഇത്ര ചിന്തയുണ്ട്, അപ്പോൾ ആ അച്ഛനമ്മ പറയുന്ന ഒന്ന് കേട്ടുകൂടെ നിനക്ക്, ഇത്രയും നന്മയുള്ള അച്ഛനമ്മമാരല്ലേ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കോൺസിക്വൻസസ്, മാനസികമായി ബാധിക്കുവാൻ സാധ്യതയുള്ള ട്രോമാസ്, ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുന്നതുകൊണ്ട് ആ മെൻ്റൽ ട്രോമ കാരണം ആ വ്യക്തിയുടെ ലൈഫ് പാർട്ട്ണറോടോ കുട്ടികളോടോ ഒക്കെ പെരുമാറലിലുണ്ടാകുന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വൈകല്യങ്ങൾ, ഇതെല്ലാം കൂടെ കണക്കിലെടുത്തിട്ട് നോക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ വിടുന്നതാണ് നല്ലത്. പക്ഷേ നമ്മുടെ സോഷ്യൽ കോൺഷ്യസ്നെസ് അനുസരിച്ച് നോക്കുമ്പോൾ അത് അവൻ ചെയ്തതൊരു താൻ തോന്നിത്തരായി പോയി എന്ന് പറയും. അച്ഛനമ്മമാരെ ധിക്കരിച്ചു, അത് ശരിയായില്ല എന്ന് പറയും. പക്ഷേ ആ കുട്ടിക്ക് അച്ഛനമ്മമാരെ ധിക്കരിക്കേണ്ടി വരരുതായിരുന്നു. ആ അച്ഛനമ്മമാർ കുട്ടിയെ മനസ്സിലാക്കണമായിരുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ഒരു ജിം ട്രെയിനർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ആവുന്നതിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അതിനെന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ട്, എന്തൊക്കെ നന്മകളുണ്ട്, എന്തൊക്കെ തിന്മകളുണ്ട്, അതിൽ നന്മ തിന്മ എന്ന് പറയുന്നു മാത്രം, എന്നാലും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രമിക്കാമെന്നല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് അത് ആഗ്രഹമായിരിക്കെ ഇത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കരുത്, നിർബന്ധിക്കരുത്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനത്തെ പല കേസുകളിലും നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുമ്പോൾ ബേസിക്കായിട്ട് കിടക്കുന്ന കാര്യം എന്താ അറിയോ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ചില എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കണം എന്ന് തോന്നുന്ന ഒരു പോയിന്റുകളുണ്ടല്ലോ, ആ പോയിന്റിന് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. അവിടെ മറ്റൊരാളുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അപ്പോൾ അത് സൊസൈറ്റിക്ക് ഉപദ്രവകരമാകുന്ന ഒരു തോന്നലല്ലാതെ ആയിരിക്കുവാൻ വേണ്ടി അവനവൻ ശ്രദ്ധിക്കുകയും വേണം. ഓക്കെ, ഞാൻ എനിക്ക് തന്നെയോ സൊസൈറ്റിക്കോ എൻ്റെ വീട്ടുകാർക്കൊക്കെ ഒരു ഭാരമാകുന്ന രീതിയിലോ ഉപദ്രവമാകുന്ന രീതിയിലോ ഉള്ള ആഗ്രഹങ്ങളോ ശരികളോ ചൂസ് ചെയ്യരുത്. എൻ്റെ ശരി എന്ന് പറഞ്ഞ് കള്ളു കുടിച്ച് നാട്ടുകാർ മുഴുവൻ ബഹളം ഉണ്ടാക്കി നടക്കലാണ് എൻ്റെ ശരി എന്നൊരാൾ തീരുമാനിച്ചാൽ എന്തായാലും അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരില്ലേ. അപ്പോൾ സമൂഹത്തിന് ഉപദ്രവകരമാകാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ആ സ്വാതന്ത്ര്യത്തിൽ എത്ര അടുപ്പമുള്ള വ്യക്തിയാണെങ്കിലും മറ്റൊരു വ്യക്തി കയറിയിട്ട് ഇടപെടരുത്. അപ്പോൾ വ്യക്തിയുടെ ശരി തീരുമാനിക്കുന്ന ആ വ്യക്തിയാണ്. അത് ഈ വലിയ ശരിയുടെ അണ്ടറിൽ ഫിറ്റായിരിക്കണം എന്ന് മാത്രം. ഏത് വലിയ ശരി? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. ബാക്കി ഈ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അതാണ് ശരി. കാരണം ആ വ്യക്തിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ മറ്റൊരാൾക്കും സാധിക്കില്ല. ആ വ്യക്തി എന്തുകൊണ്ട് വാസനാപരമായ ചില ഗുണങ്ങളുണ്ട് വ്യക്തിയിൽ. ഒരു വ്യക്തിക്ക് ജന്മനാ തന്നെ ചില കരിയറിനോട് അല്ലെങ്കിൽ ചില ലൈഫ് സ്റ്റൈലിനോടൊക്കെ ഒരു വാസന ഉണ്ടാവും. അതനുസരിച്ച് ആ വ്യക്തിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനൊരു വീട്ടിൽ, ഈയിടെ ഒരു ബന്ധു വീട്ടിൽ പോയ സമയത്ത് അവിടെ രാവിലെ 7 മണി 6:30-7 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു ആൺകുട്ടിയുണ്ട്. ആ ആൺകുട്ടിയെ ആ അച്ഛൻ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ 4 മണിക്ക് ഞാൻ എണീക്കുന്നത് കണ്ടില്ലേ, നിനക്കെന്താണ് 4 മണിക്ക് എണീച്ചാൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, രാവിലെ 4 മണിക്ക് എണീക്കുന്നത് നിങ്ങൾക്ക് ഫിറ്റാണ്, ആ കുട്ടിക്ക് ഫിറ്റല്ല. ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ കാര്യം, രാവിലെ 4 മണിക്കൊക്കെ എണീക്കാൻ വേണമെങ്കിൽ ഞാൻ തയ്യാറായി, അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ പകൽ സമയം മുഴുവനും സ്കൂളിലൊക്കെ ഉറക്കം തൂങ്ങുകയാണ്. എൻ്റെ ഉറക്കത്തിൻ്റെ സമയം ഇങ്ങനെയാണ് ഫിറ്റായിരിക്കുന്നത്. എനിക്ക് രാവിലെ കുറച്ച് നേരം കിടന്നുറങ്ങുമ്പോഴാണ് എൻ്റെ ശരിയായ ഉറക്കം കിട്ടുള്ളൂ. അത് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്രോണോടൈപ്സ് എന്നുണ്ട്, നമ്മുടെ സ്ലീപ്പ് റിതം വേറെ ആയിരിക്കും. അപ്പോൾ രാവിലെ 4 മണിക്ക് എണീക്കുന്നതാണ് ശരിയായ രീതിയെന്നും 7 മണി വരെ കിടന്നുറങ്ങുന്നത് ഒരു തെറ്റായ രീതിയാണെന്നും ഈ ആൾ ക്ലെയിം ചെയ്യുകയാണ്.
ഈ ആൾ ക്ലെയിം ചെയ്യുന്നതിന് പല മാനദണ്ഡങ്ങളും പറയുന്നുണ്ട് കേട്ടോ. സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഒപ്പം എല്ലാ ജീവികളും എണീക്കുന്നത് കണ്ടില്ലേ, ഈ സൂര്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ സ്ലീപ്പ് പാറ്റേണും ഉണരലും ഉറങ്ങലും ഒക്കെ തീരുമാനിക്കേണ്ടത്. ഇതൊക്കെ ശരി തന്നെ. ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിലോ, ആ വ്യക്തിക്ക് ഈ 4 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോയിരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി 4 മണിക്ക് എണീക്കുകയാണോ വേണ്ടത്, അയാളുടെ ഉറക്കം കഴിയുമ്പോൾ എണീക്കുകയാണോ വേണ്ടത്? ആളുടെ നേച്ചറിനനുസരിച്ച് പോകേണ്ടി വരും. ആ നേച്ചറിനനുസരിച്ച് സെറ്റാവണ്ടേ? അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ വാസനകൾ, ഇതിനനുസരിച്ചല്ലേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹത്തെ നമുക്ക് ഞെക്കിപ്പഴിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ഗെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല ശീലമാണ്, ശരിയായ ശീലമാണെന്ന് പൊതുവെ പറയുന്നുവെങ്കിലും അത് എല്ലാവർക്കും ഫിറ്റാകണമെന്നൊന്നും ഇല്ല. അപ്പോൾ അവിടെ അതിനെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരു കൾച്ചർ ഇവിടെ ഉണ്ടായിരിക്കണം. ആളുകൾ വ്യത്യസ്തരാണെന്നും വ്യത്യസ്തരായ ആളുകളുടെ ശീലങ്ങളിലും പെരുമാറ്റങ്ങളിലും എല്ലാത്തിലും വ്യത്യസ്തമായ കാര്യങ്ങൾ കാണപ്പെടുമെന്നും അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്തിടത്തോളം കാലം, ആ ആളത് മാനേജ് ചെയ്യുന്നിടത്തോളം കാലം അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ ഉള്ളിൽ തന്നെ പല കൊച്ചു കൊച്ചു ശരിതെറ്റുകളുടെ പേരിലൊന്നും കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ വളരെയധികം അടുക്കും ചിട്ടയും വൃത്തിയും ഒക്കെ ഉള്ളൊരു വ്യക്തി, ആ വ്യക്തിക്ക് അടുക്കും ചിട്ടയും വൃത്തിയുമുള്ളൊരു വ്യക്തിയായി ജീവിക്കുവാൻ സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. പക്ഷേ ആ ആളുടെ ലൈഫ് പാർട്ട്ണർക്കും അയാൾക്കുള്ള അതേപോലത്തെ അടുക്കും ചിട്ടയും വൃത്തിയും വേണമെന്ന് ഇയാളങ്ങോട്ട് വാശി പിടിക്കാൻ തുടങ്ങിയാലോ കോൺഫ്ലിക്റ്റ് ആവും. അപ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ വല്ല തെറ്റായ കാര്യം പറയുന്നുണ്ടോ? ഞാൻ ശരിയായ കാര്യങ്ങളല്ലേ പറയുന്നത്, നന്മയല്ലേ ഞാൻ പറയുന്നത്, നല്ല കാര്യമല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. കാര്യം നല്ലതായിരിക്കാം, പക്ഷേ ഈ വ്യക്തി വളർന്നു വന്ന രീതി, ഈ വ്യക്തിയുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകൾ, വാസനകൾ, ഇതിനനുസരിച്ചിട്ടാണ് ഈ വ്യക്തി. ആ വ്യക്തി അങ്ങനെയല്ല. ഇയാൾക്ക് വേണമെങ്കിൽ ഓരോ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇയാളുടെ ഈ ശീലങ്ങൾ അതേപോലെ ഉള്ള മറ്റൊരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യായിരുന്നു. അല്ലാതെ അതൊന്നും ഇല്ലാത്തൊരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്തിട്ട് ഇതിലേക്ക് അതിനെ ഫിറ്റാക്കാൻ ശ്രമിക്കരുത്. ഒന്നും നടക്കില്ല. അപ്പോൾ ഇവിടെ ഇയാൾ പറയുകയാണ് ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞു കൊടുക്കുന്നത്, നന്മയല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. ആയിരിക്കാം, പക്ഷേ അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് തിന്മയാണ്. അവിടെ വെറുപ്പുണ്ടാകും. അവിടെ ആ വ്യക്തി വളരെയധികം സഫക്കേഷൻ അനുഭവിക്കും ഈ വ്യക്തിയെ കൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്മയും തിന്മയും ശരിയും തെറ്റൊക്കെ പൂർണ്ണമായും വ്യക്തിഗതമാണ്. എൻ്റെ നന്മ നിൻ്റെ നന്മയാവണമെന്നില്ല. വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഈ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള സഹിഷ്ണുതയാണ് മനുഷ്യന് വേണ്ടത്. സഹിഷ്ണുതയാണ് ഏറ്റവും വലിയ നന്മ. ഞാൻ നിന്നിൽ നിന്നും വിഭിന്നനാണെന്നും നീ എന്നിൽ നിന്നും വിഭിന്നനാണെന്നും നമ്മളുടെ രണ്ടുപേരുടെ വിഭിന്ന സ്വഭാവങ്ങൾ വിഭിന്നമായിരിക്കെ തന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും മനസ്സിലാക്കലാണ് യഥാർത്ഥ നന്മ. അല്ലാതെ ഞാൻ ഈ ആളെ എന്നെപ്പോലെ ആക്കി മാറ്റിയാലേ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ ചിന്താഗതി തന്നെ തിന്മയാണ്. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ശരിക്കും പറഞ്ഞല്ലോ, പേഴ്സണൽ ലൈഫിൽ നമ്മളിങ്ങനെ ചോയ്സസ് എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറ്, എന്താണ് ശരി എന്താണ് തെറ്റെന്ന്. അപ്പോൾ ഞാൻ പേഴ്സണലി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതിലെന്തെങ്കിലും ഉണ്ടെന്ന് പറയണം. ഞാൻ ഒരു പേഴ്സ്പെക്റ്റീവ് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചോയ്സസ് എടുക്കുമ്പോൾ ഇത് ശരി ഇത് തെറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ മാക്സിമം കാണാൻ നിൽക്കാറില്ല. കാരണം എൻ്റെ ഒരു അവയർനെസ് എന്താണെന്ന് വെച്ചാൽ, ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ശരി അൾട്ടിമേറ്റ് ആയിട്ടുള്ള തെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നാണ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഈ ഹെൽത്തി ആയിട്ടുള്ളത് അൺഹെൽത്തി ആയിട്ടുള്ളത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരെ ഹെർട്ട് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നത് അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനേക്കൊന്ന് ഞാൻ ഹോൾഡ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ മാക്സിമം ആ ഒരു ഇത് ശരി ഇത് തെറ്റ് എന്നുള്ള രീതിയിൽ, കാരണം എനിക്കറിയാം കൂടുതൽ ഇത് പ്രോഗ്രാംഡ് ആയിരിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. സൊസൈറ്റിയിൽ നമ്മൾ വളർന്നു വന്ന കാര്യത്തിൽ പ്രോഗ്രാംഡ് ആയിരിക്കുന്നതാണ്. അപ്പോൾ അതിനൊന്ന് ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ട് ചിന്തിക്കുക, ഞാനൊരു ചോയ്സ് എടുക്കുകയാണെന്ന് വെച്ചാൽ അതിന് എൻ്റെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് പ്രകാരം ഞാനൊരു ചോയ്സ് എടുക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും, അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും. അപ്പോൾ ആ കോൺസിക്വൻസിൻ്റെ ഭാഗമായിട്ട് ചില എഫക്ട്സ് എൻ്റെ മേത്ത് സ്വയം എന്നെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടാവും, എൻ്റെ ചുറ്റുള്ള ആളുകളെ ബാധിക്കുന്നുണ്ടാവും, എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും നിർണ്ണയിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ ഈ കോൺസിക്വൻസിനെയാണ് പലപ്പോഴും വിലയിരുത്താറ്. ഓക്കെ, ഈ കോൺസിക്വൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ എടുക്കുന്ന ചോയ്സസ് ആണെങ്കിൽ അത് മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു തെറ്റായിരിക്കാം. ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ജീവിക്കുന്നവർക്കാണെങ്കിലും അതൊരു തെറ്റായ കണ്ണിലായിരിക്കും അവർ കാണുന്നുണ്ടാവുക. പക്ഷേ ഞാൻ വിലയിരുത്തുക അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഉപരി ആ ഒരു ശരി തെറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ കോൺസിക്വൻസിൻ്റെ എന്താണ് എഫക്റ്റ് ഇവിടെ ഉള്ളത്, അപ്പോൾ അത് ഹെൽപ്ഫുള്ളാണോ, എന്നെ ഏതായിരിക്കും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക, അത് കൺസ്ട്രക്റ്റീവ് ആണോ. കൺസ്ട്രക്റ്റീവ് മീൻസ് അതെന്നെ നശിപ്പിക്കരുത്, എന്നെ അൾട്ടിമേറ്റ്ലി എന്നെ നശിപ്പിക്കരുത്, എന്നെയും ആളുകളെ അവരെ നശിപ്പിക്കരുത്, അവർക്ക് ഹെൽപ്ഫുൾ ആവണം, എന്നെയും ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഒരു
ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ തൂക്കി നോക്കാറുണ്ട് പലപ്പോഴും. ഏതായിരിക്കും കൂടുതൽ കൺസ്ട്രക്റ്റീവ്, ഏതാണ് കൂടുതൽ, ആ ഒരു കോൺസിക്വൻസസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. അതായത് ശരി തെറ്റിൽ ഒരുപാട് തല കൊടുക്കാതെ ഞാൻ സാർ പറഞ്ഞതിനെ അംഗീകരിക്കുന്നു, കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ആയിട്ട്. കാരണം ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളൊരു കൊണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ബേസിക് ആയിട്ട് ഇത് ആവശ്യം വരും, അങ്ങനെയുള്ള ഓരോരോ പോയിന്റിലായിരിക്കും. അപ്പോൾ അവിടെ ഗിൽട്ട് ഒഴിവാക്കാനൊക്കെ എനിക്കിത് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാനും എന്നോട് ഇങ്ങനെ ചില ആളുകൾ ഈ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവർ ഭയങ്കര തെറ്റായിട്ടുള്ള ഗിൽറ്റിയിലായിട്ടായിരിക്കും വരിക. ഞാനത് ഭയങ്കരമായിട്ട് പറയാറുള്ളത് എന്താ വെച്ചാൽ, അങ്ങനെ കാണണ്ട, എല്ലാത്തിനും അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി മുതൽ ജീവിക്കുമ്പോഴും നമ്മളെടുക്കുന്ന ചോയ്സസിന് ഇതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുക, എന്നിട്ട് നല്ലൊരു കോൺസിക്വൻസ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകളുണ്ടാവും. അതായത് എല്ലാതും ഒരു പ്യുവർലി എല്ലാതും ആവുന്നതായിരിക്കില്ല, ഒന്നുമില്ല. ചില കോൺസിക്വൻസസിന് ചില നല്ല വശങ്ങളുണ്ടാവും, ചില മോശവശങ്ങളുണ്ടാവും. അപ്പോൾ അതിനേക്ക് ഉൾക്കൊണ്ട് ഏതായിരിക്കും ബെസ്റ്റ് എന്നുള്ളത് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഞാൻ അഡ്വൈസ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ എന്താ ചെയ്യാറുള്ളതെന്നറിയോ, എനിക്കിങ്ങനെ ധർമാധർമ്മത്തിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ ഇതൊരു ഇമോഷണൽ ബേസ്ഡ് ആയിട്ടാണോ ഇതിൽ ശരിയും തെറ്റും നിർണ്ണയിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കും. ഇപ്പോൾ എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരുടെ ഇഷ്ടം, ആ ഇഷ്ടത്തിനെ നമ്മൾ പരിഗണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയിൽ എൻ്റെ ഒപ്പം ജീവിക്കുന്ന പലർക്കും അനിഷ്ടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട, പ്രാക്ടിക്കാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ ഞാൻ ഈ വീടൊക്കെ വിട്ട് മാറി നിന്ന് ദൂരെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എനിക്കുണ്ട്. നല്ല രീതിയിൽ ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ, ഒരു ഉദാഹരണം പറയുകയാണ്. പക്ഷേ അത് എനിക്ക് തന്നെയും അതത്ര ഇഷ്ടമല്ല, എൻ്റെ വീട് വിട്ടിട്ട് പോകുന്നത്. എൻ്റെ വീട്ടുകാർക്കും അതത്ര ഇഷ്ടമല്ല. പക്ഷേ ലൈഫ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യലി നല്ല വെൽ സെറ്റായി മാറേണ്ടത് അനിവാര്യമായിരിക്കുന്നൊരു ഘട്ടത്തിൽ ഈ ഒരു ജോബ് ചൂസ് ചെയ്യുന്നത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട്, മിനിമം ഒരു 5-6 കൊല്ലത്തിലേക്കെങ്കിലും. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തെ അവിടെ പരിഗണിക്കണോ അതോ നമ്മുടെ പ്രാക്ടിക്കാലിറ്റിയെ പരിഗണിക്കണോ എന്നുള്ളത്. നമ്മൾ തൽക്കാലം നമ്മുടെ ഇഷ്ടത്തെ അങ്ങോട്ട് ത്യാഗം ചെയ്യാമെന്ന് ഞാൻ ചിന്തിക്കുള്ളൂ. നമുക്ക് ഇഷ്ടങ്ങൾ പിന്നീട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മൾ ബേസിക്സ് പോലും സെറ്റാക്കാതെ നമ്മൾ ഇഷ്ടങ്ങളുകൊണ്ട് മാത്രം നമുക്ക് ഇഷ്ടം പുഴുങ്ങി തിന്ന് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ പലപ്പോഴും ത്യാഗം ചെയ്യേണ്ടി വരും. മനുഷ്യൻ പലപ്പോഴും തൻ്റെ ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഇമോഷൻസ് വളരെ ഫ്ലെക്സിബിളാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട 2 ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ അവർ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് സ്വന്തമായിട്ട് തന്നെ അങ്ങോട്ട് രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്യും. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാവരും അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും ഒന്നായിട്ടുണ്ടാവും. എല്ലാ കേസിലുമല്ല, ചില കേസുകളിലൊക്കെ അങ്ങനെ ഒന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവർ അന്ന് തന്നെ അങ്ങോട്ട് ഇത് സമ്മതിച്ചിരുന്നെങ്കിൽ ഇത്രയും സീനുകൾ ഇവിടെ ഉണ്ടാവേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ഇമോഷൻസ് എന്നും ഒരുപോലെയൊന്നും ആയിരിക്കില്ല. ഇനിയിപ്പോൾ ഇവർ 2 പേരും കൂടെ പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിച്ചിട്ട് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ, അവരുടെ 2 പേരുടെ ഇടയിലുള്ള ഇമോഷനും എന്നും ഒരുപോലെ ആയിരിക്കില്ല, അവിടെയും വ്യത്യാസം വന്നേക്കാം. മനുഷ്യൻ്റെ ഇമോഷൻസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അതെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം. അതുകൊണ്ട് ഇമോഷൻസിനെ പരിഗണിച്ചുകൊണ്ട് മാത്രം നമ്മൾ എല്ലാ ഡിസിഷൻസും എടുക്കരുത്. കുറേയൊക്കെ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ചിട്ടുള്ള ബോധം വേണം. ഞാൻ പൊതുവെ ചെയ്യാറുള്ള ഒരു പ്രാക്ടീസ് എന്താണെന്നറിയോ, എൻ്റെ ജീവിതത്തിൽ ഒരു യെസ് ഓർ നോ ചോയ്സ് എടുക്കേണ്ട ഒരു പോയിന്റ് വന്നു വിചാരിച്ചോ. അപ്പം ഞാൻ ബുക്ക് എടുക്കും, എന്നിട്ട് ഒരു പേജിൽ കംപ്ലീറ്റ് ഞാൻ അഥവാ ഈ ഒരു സബ്ജക്റ്റിൽ യെസ് എന്ന ഡിസിഷൻ എടുത്താൽ എന്തൊക്കെ എനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകാം, എന്തൊക്കെ നല്ല അനുഭവങ്ങളുണ്ടാകാം. മറ്റൊരു പേജിൽ ഞാനിതിൽ നോ എന്ന തീരുമാനമെടുത്താൽ എന്തൊക്കെ ദുരനുഭവങ്ങളുണ്ടാകാം, എന്തൊക്കെ നല്ല അനുഭവങ്ങളുണ്ടാകാം. 2ൻ്റെയും ലിസ്റ്റ് ഉണ്ടാക്കും. എനിക്ക് ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഊഹിക്കുക, അതല്ലാത്തതും സംഭവിച്ചേക്കാം കേട്ടോ. എന്നാലും ഞാൻ ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഊഹിച്ചിട്ട് ഇതൊക്കെ എഴുതി ഉണ്ടാക്കും. എന്നിട്ട് ഏതാണ് കൂടുതൽ എനിക്ക് കോൺസിക്വൻസസ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നത് അതങ്ങോട്ട് ചൂസ് ചെയ്യും. ഇങ്ങനൊരു പേപ്പർ വർക്ക് ഞാൻ ചെയ്യാറുണ്ട്. മേജറായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ മിക്ക ഡിസിഷനുകളിലും ഞാൻ ഒരുപാട് ഇരുന്ന് ഇങ്ങനെ എഴുതി പ്രിപ്പയർ ചെയ്തിട്ടാണ് ഡിസിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നീട് നമ്മൾ എടുത്ത ശരിയെന്ന് അന്ന് തോന്നിയ പല തീരുമാനങ്ങളും ചിലപ്പോൾ ഭാവിയിൽ അയ്യോ അത് തെറ്റായിരുന്നു ആ ഡിസിഷൻ എന്നൊക്കെ തോന്നുന്ന പോയിന്റ് വരില്ലേ, അങ്ങനെ വരില്ല. കാരണം എനിക്കറിയാമായിരുന്നേ ഇങ്ങനെയൊക്കെ ഇതിൽ സംഭവിക്കും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ഞാൻ ഈയിടെ ഒരാൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ വർഷമായി വിവാഹം കഴിക്കുവാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് വിവാഹം കഴിക്കുവാൻ പേടി, പുരുഷനാണ്. അപ്പം ഞാൻ പുള്ളിനോട് ഈ പേടിയെ നമ്മൾ പേടി ഫീഡ് ചെയ്തിട്ട് തന്നെ ഈ പേടിയെ കളയാൻ പറ്റും നമുക്ക്. അപ്പം ഞാനിങ്ങനെ പുള്ളിക്ക് ഒരു ഐഡിയ കൊടുത്തു, വിവാഹം കഴിച്ചാൽ എന്താ പേടിക്കുന്നത്? അപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം നശിച്ചു പോകുമെന്നൊരു പേടിയുണ്ട്, എൻ്റെ ഏകാന്തത നശിച്ചു പോകുമെന്നൊരു പേടിയുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തൊരു പ്രാക്ടീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിവാഹത്തോടുകൂടെ ഞാൻ എൻ്റെ ഏകാന്തതയെ ത്യാഗം ചെയ്യുവാൻ തീരുമാനിക്കുന്നു. വിവാഹത്തോടെ ഞാൻ എൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെയുള്ള ഈ ജീവിത രീതിയെ ത്യാഗം ചെയ്യുവാൻ തീരുമാനിക്കുന്നു. വിവാഹത്തോടുകൂടെ 24/7 ഞാൻ മറ്റൊരാളുടെ ഇമോഷനെയും കൂടെ പരിഗണിച്ച് ജീവിക്കുവാൻ തയ്യാറെടുക്കുന്നു. എന്തിനൊക്കെയാണോ ഈ വ്യക്തി ഭയക്കുന്നത് അതിനൊക്കെ വില്ലിങ്നെസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതി പഠിക്കാൻ പറഞ്ഞു ഞാൻ പുള്ളീനോട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി പഠിച്ചാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാവുമോ? ഇല്ല, പ്രശ്നങ്ങളില്ലാതെയാവില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞാനിതൊക്കെ പണ്ടേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയാം എന്ന തോന്നലുണ്ടാവും. ആ പ്രശ്നത്തെയും കൂടെ അതിൻ്റെ കോൺസിക്വൻസസിനെയും കൂടെ നേരത്തെ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തതാണ് എന്നൊരു അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയില്ല, ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഞാൻ തീരുമാനിക്കുമ്പോൾ എന്ന് അവിടെ ഒരു മനസ്സൊരു ചിന്ത വരും. ആ ഒരു കോൺസിക്വൻസിനെ കൂടിയാണ് നമ്മൾ മുൻപേ ചൂസ് ചെയ്യുന്നത് ആ ഡിസിഷൻ എടുക്കുന്ന സമയത്ത്. പലപ്പോഴും ഞാൻ ഈ ഒരുപാട് പ്രശ്നങ്ങളിൽ ജീവിക്കുന്ന കുടുംബിനികളുണ്ടാവും. അതായത് ഭർത്താവിൻ്റെ ടോർച്ചറിങ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുടുംബിനികൾ, മദ്യപാനികളായ ഹസ്ബൻഡ്സ്, അല്ലെങ്കിൽ ഭയങ്കര ടോർച്ചറിങ് ചെയ്യുന്ന. തിരിച്ചും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാം. അപ്പം ഞാൻ അവരോട്, എന്നാൽ പിന്നെ ഈ ബന്ധം ഉപേക്ഷിക്കും നിങ്ങൾ, ഇത് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൽ എന്തിനാണ് തുടരുന്നത്? അപ്പോൾ അവർക്ക് അയ്യോ അതൊരു വലിയ തെറ്റല്ലേ, ഡിവോഴ്സ് വലിയൊരു തെറ്റല്ലേ. അപ്പം ഞാൻ അവരോട് പറയും, അഥവാ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തില്ല എന്ന് വിചാരിച്ചോ, ഇതിങ്ങനെ സഫർ ചെയ്ത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓൾറെഡി ഒരു ടോക്സിക് പേഴ്സൺ, കുട്ടികളോടും ഭയങ്കര ഉപദ്രവമാണ്, കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അവർക്കൊരു നല്ല അച്ഛനില്ല, 2 കുട്ടികളില്ലേ, അവർക്ക് നല്ലൊരു അച്ഛനില്ല. നിങ്ങൾ ഇനി ഇത് ടോളറേറ്റ് ചെയ്ത് ഡിപ്രഷനിലേക്ക് പോകും ഭാവിയിൽ. അപ്പോൾ അവർക്ക് നല്ലൊരു അമ്മയും ഇല്ലാതെയാവും. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഒരു അച്ഛനും ഇല്ല അമ്മയും ഇല്ലാത്ത അവസ്ഥ വേണോ, അതോ ഹെൽത്തി ആയിട്ടുള്ളൊരു അമ്മയെങ്കിലും ഉണ്ടെന്നുള്ളൊരവസ്ഥ വേണോ? അപ്പോൾ മക്കളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടാ ടെൻഷൻ എന്ന് പറയുമ്പോഴേ, മക്കളുടെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെയും ചിന്തിക്കാമല്ലോ. ഞാൻ അവരെ ഡിവോഴ്സ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല. 2 സൈഡിലും കോൺസിക്വൻസസ് ഉണ്ട്, 2 സൈഡിലും നന്മകളുണ്ട്. അപ്പോൾ ചില ആളുകൾ അങ്ങനെ സഹിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ ഡിപ്രഷനിലേക്ക് പോകും. പിന്നെ അവർ ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം ഡിവോഴ്സിൻ്റെയൊക്കെ പോലെയുള്ളൊരു കേസ് വരുമ്പോൾ ഡിവോഴ്സ് ഒരു തെറ്റാണെന്നാണ് പൊതുവേ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ധാരണ. പക്ഷേ ഡിവോഴ്സ് വലിയ ഒരു തെറ്റിൽ നിന്ന് ഒരു രക്ഷപ്പെടലും കൂടെ ആയിരിക്കാം ചിലപ്പോൾ. അതൊക്കെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ഒരു വ്യക്തി അനുഭവിക്കുന്ന അനുഭവ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടാണ് ഡിവോഴ്സ് നന്മയോ തിന്മയോ ഒക്കെ ആവുന്നത്. ഇപ്പം ഇന്ന് കല്യാണം കഴിച്ചു, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളല്ല, ഞാൻ പ്രതീക്ഷിച്ച ഹസ്ബൻഡ് ഇതല്ല, ഞാൻ പ്രതീക്ഷിച്ച വൈഫ് ഇതല്ല എന്ന് മനസ്സിലെ തോന്നലുകൾക്ക് മാറ്റമുണ്ടായി മനോചാബല്യങ്ങൾക്ക് വിധേയമായിട്ട് ഡിവോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ ശരിക്കും ലൈഫ് ഒരു കോംപ്ലിക്കേഷനിലായി കിടക്കുന്ന സമയത്ത് നല്ലൊരു ഓപ്ഷനല്ലേ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നന്മയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ സമൂഹം ഒരു ഡിവോഴ്സ് ആയിരിക്കുന്ന ആളെ കാണുന്നത് എങ്ങനെയാണ്? നല്ലൊരു മനുഷ്യൻ കേട്ടോ, എന്നാലും കറക്റ്റായിട്ട് തീരുമാനം എടുത്തല്ലോ, അല്ലെങ്കിൽ ആ ചേച്ചി നോക്കി എത്ര വൃത്തിയായിട്ടാണ് ജീവിതം നശിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഡിവോഴ്സ് നേടിയത് എന്ന് അഭിമാനത്തോടുകൂടെ അവരെക്കുറിച്ച് പറയുമോ സമൂഹം? അവർ എന്തോ തെറ്റ് ചെയ്തിട്ട് വന്നിരിക്കണ പോലെയാണ് പറയുക. എന്തിനു പറയുന്നു? ഇപ്പോൾ ഒരു ഫീമെയിലിൻ്റെയൊക്കെ കാര്യമാണെങ്കിൽ മെയിനായിട്ട് ആ അച്ഛനമ്മമാർ പോലും എന്താ പറയുകയെന്നറിയോ, നീ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കയറാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് പറയുക. എങ്ങനെയെങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും, ലാസ്റ്റ് ഒരു സൂയിസൈഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ പലപ്പോഴും നല്ല കാര്യം എന്ന് പറയുന്നത് മോശകാര്യമായി മാറാറുണ്ട്. ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നത് ചിലപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ ഒരു നല്ല കാര്യമായിരിക്കും, അവരത് ചെയ്തേ പറ്റൂ. പക്ഷേ അപ്പോഴും നമ്മളുടെ സൊസൈറ്റി അതിനെ തിന്മയായിട്ടാണ് കാണുന്നത്, ശരിയല്ല, തെറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മളിരുന്ന് അസസ്മെൻറ്റ് ചെയ്യണം. എന്തുകൊണ്ട് ഞാനിങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു? ഇതിന് വ്യക്തമായ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കണം. ആ ഉത്തരങ്ങൾ ജെന്യൂൻ ആയിരിക്കണം കേട്ടോ, എൻ്റെ മനസ്സിൻ്റെ തോന്നലുകളായിരിക്കരുത്. ഉത്തരങ്ങൾ ജെന്യൂൻ ആയിരിക്കണം. അങ്ങനെയൊക്കെ അസസ്മെൻറ്റ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എടുക്കുന്ന ഡിസിഷനിൽ ഞാൻ എന്താണ് ശരിയെന്ന് തീരുമാനിക്കാൻ അതിനായിരിക്കും ശരി. പക്ഷേ അങ്ങനെ ഞാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചിട്ടുള്ള ചിന്ത കൂടെ ഉണ്ടായിരിക്കണം. ഞാനീയിടെ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുകയായിരുന്നേ. ആ പെൺകുട്ടിക്ക് 10-25 വയസ്സുണ്ട്. ആ പെൺകുട്ടിക്ക് ഒരു അഫെയറുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ഈ വിവാഹം നടത്തി തരുന്നില്ല. ആ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ല ഈ വിവാഹം നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അച്ഛനും അമ്മയും ധിക്കരിച്ച് വിവാഹം കഴിക്കുക, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ അങ്ങോട്ട് വിവാഹം കഴിച്ചോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് പിന്നെ തിരിച്ച് എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല, എൻ്റെ അച്ഛൻ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അങ്ങനെ വിവാഹം കഴിച്ചാൽ പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് പോയിക്കൊള്ളണം, ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പോയിക്കൊള്ളണം, തിരിച്ച് എന്തിനാ വീട്ടിലേക്ക് പോകുന്നത്? 10-25 വയസ്സായില്ലേ, തൊഴിലെടുത്ത് ജീവിച്ചുകൂടെ?
അയ്യോ അപ്പോൾ പിന്നെ നമ്മൾക്ക് പിന്നെ ആരുണ്ടാവുക? അവിടെയാണ് പ്രശ്നം. നമ്മൾ നമ്മുടേതായ ഡിസിഷൻസ് എടുക്കുവാൻ, അതിൽ ശരിയുണ്ടെങ്കിലും തെറ്റുണ്ടെങ്കിലും നമ്മുടേതായ ഡിസിഷൻസ് എടുക്കുവാൻ കഴിവുള്ളവരാണ് എങ്കിൽ നമ്മൾക്ക് അതിൻ്റെ കോൺസിക്വൻസസ് വരുന്ന സമയത്ത് അതിനെ ഡീല് ചെയ്യാനുള്ള കഴിവും കൂടെ ഉണ്ടായിരിക്കണം. എനിക്ക് ഉത്തരത്തിലുള്ളത് എടുക്കും വേണം, കക്ഷത്തിലുള്ളത് വീഴാനും പാടില്ല എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അച്ഛനമ്മമാർക്കും ഒരു നീതി വേണ്ടേ? അപ്പോൾ അച്ഛനമ്മമാർക്ക് ആ അധികാരമുണ്ട് പറയാൻ, നീ നിൻ്റെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ സ്വീകരിച്ചോ, തീരുമാനം എടുത്തോ, ബട്ട് പിന്നെ ഈ വീട്ടിൽ കയറാൻ പറ്റൂല്ലോ എന്നുള്ളത് ഞാനാ തീരുമാനിക്കുക എന്ന് പറയാൻ അച്ഛന് സ്വാതന്ത്ര്യമില്ലേ? 18 വയസ്സ് കഴിഞ്ഞൊരു കുട്ടീനോട് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവരങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ്, അത് ചിലപ്പോൾ ശരിയായേക്കാം, അവരൊരുമിച്ച് ജീവിച്ചേക്കാം, ചിലപ്പോൾ ചീറ്റിപ്പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നതിനെക്കുറിച്ച് കൂടെ പ്ലാൻ വേണം. അപ്പോൾ സ്വന്തമായ ശരികളും തെറ്റുകളും നമുക്ക് തീരുമാനിക്കാം. 2 ഓപ്ഷനേ ഉള്ളൂ. വല്ലവരും ഉണ്ടാക്കി വെച്ച ശരിയും തെറ്റും ഫോളോ ചെയ്ത് ജീവിക്കുക, അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ മതപുരോഹിതന്മാരോ മതപ്രവാചകന്മാരോ അല്ലെങ്കിൽ സമൂഹമോ സമൂഹത്തിലെ വലിയ ആളുകളോ ഒക്കെ ഉണ്ടാക്കി വെച്ച, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി വെച്ച ശരി തെറ്റില്ലേ, അത് ഫോളോ ചെയ്ത് അങ്ങനെ പോവുക, അതങ്ങോട്ട് കോപ്പി അടിച്ചിട്ട് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ജീവിച്ചു പോകാൻ എളുപ്പമായിരിക്കും. എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല കുട്ടിയെന്ന അവാർഡ് കിട്ടും. പക്ഷെ അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ തന്നെ മനസാക്ഷി നമ്മളെ കുത്തി നോവിക്കുന്നുണ്ടാവും. എന്നാലും നിനക്ക് നിൻ്റേതായ വല്ല തീരുമാനം ഉണ്ടാവും. നിനക്ക് നിൻ്റെ ജീവിതം എങ്ങോട്ടോ കൊണ്ടുവന്ന് അറിയാം. അവർ പറഞ്ഞത് ഇവർ പറഞ്ഞതൊക്കെ കേട്ട അവസാനം എൻ്റെ ജീവിതം ഈ കോലത്തിലായി എന്നൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ട് അവർ പരാതി പറയും. അപ്പോൾ മനസാക്ഷി കുത്തി നോവിക്കുക അവനവനെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് വല്ലവരും ഉണ്ടാക്കി വെച്ച വഴിയിലുള്ള ശരി തെറ്റ് ഫോളോ ചെയ്യേണ്ട, അവനവൻ്റെ ശരി അവനവൻ തന്നെ അങ്ങോട്ട് തീരുമാനിക്കുക. അതിൽ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, അത് രാജ്യനിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ശരികളായിരിക്കും. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, സമൂഹത്തിൽ നിന്ന് പലയിടത്തും നമുക്ക് എതിർപ്പുകളെ ഉണ്ടാവുള്ളൂ. മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലും നമുക്ക് വെറുപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പിന്നെ ഒരു ഘട്ടം വരുമ്പോൾ അവിടെ പോയിട്ട് അല്ല എൻ്റെ തീരുമാനം തെറ്റായിരുന്നു, നിങ്ങൾ പറഞ്ഞ തന്നെയായിരുന്നു ശരിയെന്നൊന്നും പറയാൻ പോകേണ്ടി വരരുത്. അത്രയും സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ഗട്ട്സ് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു അവിടെയാണ് പലർക്കും അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞ പോലെ അതൊരു മോശം വ്യക്തിയാവുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് പലരും പല കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്നത്. കാരണം ഈ ഒരു കാര്യം ചെയ്തു വെച്ചാൽ ഞാൻ മറ്റുള്ളവരുടെ കണ്ണിലൊരു മോശം സ്ത്രീയാവാം, മോശം പുരുഷനാവാം, അല്ലെങ്കിൽ മോശം ഭാര്യയാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മോശം ലേബൽ ആദ്യം തന്നെ നമ്മളുടെ മേത്ത് വരും. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ച പോലെ അതിൻ്റെ കോൺസിക്വൻസിന് ഭാഗമായിട്ട് ചില കാര്യങ്ങൾ, ചില ഓപ്ഷൻസ് ഇപ്പോഴുള്ളത് നഷ്ടമുണ്ടാവും, ചില ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടാവും, അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടീസ് വരുന്ന സമയത്ത് പലരും അവിടെ സ്റ്റക്ക് ആവുന്ന പോലെ ഫീൽ. അപ്പോൾ സൊസൈറ്റിയുടെ ഒഴുക്കിനനുസരിച്ച് പോകേണ്ടി വരും. അങ്ങനെ സൊസൈറ്റിയുടെ ഒഴുക്കിനനുസരിച്ച് എല്ലാവരും പോയിരുന്നെങ്കിൽ ഇന്നത്തെ ഈ പരിഷ്കരിച്ച സൊസൈറ്റി ഉണ്ടാവില്ലായിരുന്നു. ഈ ഭർത്താവിൻ്റെ ചെതയിൽ ചാടി മരിക്കുന്ന സ്ത്രീകൾ ചാരിത്രമുള്ള സ്ത്രീകളാണെന്ന് വിശ്വസിച്ചിരുന്നൊരു സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ചില സ്ത്രീകൾ പറയാൻ തുടങ്ങി. സമരങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ പലരുടെയും. അപ്പോൾ അന്നത്തെ കാലത്ത് ആ സ്ത്രീകളെ സൊസൈറ്റി എങ്ങനെ കണ്ടിട്ടുണ്ടാവുക? വളരെയധികം അവർ വളരെയധികം സഫർ ചെയ്തിട്ടുണ്ടാവില്ലേ? അവരെ ഒരുപാട് വൃത്തികെട്ടവളെന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷെ അവരെ അതൊക്കെ സഹിച്ച് സമൂഹത്തിൻ്റെ ആ ഒരു പൊതുവായ രീതിയോട് ഫൈറ്റ് ചെയ്തിട്ട് അവരവരുടെ ജീവിതത്തിൽ ദുഷ്പേര് കേൾപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സ്ത്രീകൾക്ക് ചിതയിൽ ചാടണ്ടാതെ ജീവിക്കാൻ പറ്റുന്നത്, ഭർത്താവ് മരിച്ചാലും ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതെല്ലാം തെറ്റാവണം എന്നില്ല. പക്ഷേ സൊസൈറ്റിയുടെ ഫ്ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആകുമ്പോൾ സൊസൈറ്റി അതിനെ തെറ്റെന്ന് പറയും. നമ്മുടെ സ്വന്തം മനസാക്ഷിയോടും രാജ്യത്തിൻ്റെ നിയമത്തിനോടും നീതി പുലർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സൊസൈറ്റി അതിനെ എതിർത്താലും അതിനെതിരെ നിന്ന് ജീവിക്കുവാനൊക്കെ നമുക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ ഒരുപക്ഷെ ഭാവിയിലെങ്കിലും ആ സൊസൈറ്റിക്ക് ആ രീതിയിൽ ചിന്തിക്കുന്നൊരു പോയിന്റ് വരും. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് വരുന്ന ആ ട്രാൻസിഷൻ പീരീഡിൽ നമ്മൾ കുറച്ച് ദുഷ്പേരൊക്കെ കേൾപ്പിക്കും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഒന്നിലെ സൊസൈറ്റിയുടെ മുഴുവൻ അവാർഡ് വാങ്ങിയിട്ട് അവനവൻ്റെ മനസാക്ഷിയുടെ അവാർഡ് കിട്ടാതെ ജീവിക്കാം, അല്ലെങ്കിൽ അവനവൻ്റെ മനസാക്ഷിയുടെ അവാർഡ് വാങ്ങിയിട്ട് സൊസൈറ്റിയുടെ അവാർഡ് കിട്ടാതെ ജീവിക്കാം. ഇത് എല്ലാം കൂടെ കിട്ടണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരി തെറ്റ് ആപേക്ഷികമാണ്. ഒരു മതത്തിലെ ശരി മറ്റൊരു മതത്തിലെ തെറ്റാവും, ഒരു രാജ്യത്തിലെ ശരി മറ്റൊരു രാജ്യത്തിലെ തെറ്റാവും, ഒരു വ്യക്തിയുടെ ശരി മറ്റൊരു വ്യക്തിയുടെ തെറ്റാവും. അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്ന ശരികളുടെയും തെറ്റുകളുടെയും ഒക്കെ കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിനും കൂടെയുള്ള വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ എന്താണോ എൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യുക. പക്ഷേ ആ തോന്നലുണ്ടല്ലോ, എൻ്റെ മനസ്സിലെ ശരിയെന്ന് തോന്നിയത് ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു എന്ന് പറയില്ലേ, ആ തോന്നൽ ഒരു റോ മൈൻഡിൽ നിന്നുണ്ടാകുന്ന തോന്നലെല്ലാം റോങ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ഒരു റോ മൈൻഡിൽ നിന്നുണ്ടാകുന്ന തോന്നലുകൾ റോങ് ആയിരിക്കും. അപ്പോൾ ആ മൈൻഡിന് എഡ്യൂക്കേഷൻ ആവശ്യമാണ്.
അവിടെയാണ് മെയിൻ പോയിന്റ് കിടക്കുന്നത്. അതായത് പൂർണ്ണമായും വൈകാരികമായ തീരുമാനങ്ങൾ എടുത്തെടുത്ത് പോകുന്നൊരു വ്യക്തി പൂർണ്ണമായും നാശമടഞ്ഞു പോകും. അപ്പോൾ അവിടെ വൈകാരിക തീരുമാനങ്ങൾ എടുക്കാതെ കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു ബേസിക് ഡാറ്റ വേണം ഉള്ളിൽ. അതിന് വേണ്ടത്ര എഡ്യൂക്കേഷനും പക്വതയൊക്കെ ഉണ്ടായിരിക്കണം. വൈകാരികമായ തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായം എൻ്റെ ശരി ഇതാണെന്നൊക്കെ പറഞ്ഞ് തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ തീരുമാനം എടുക്കാൻ ഔട്ട്സോഴ്സ് ചെയ്യുക, അച്ഛനമ്മയോ മറ്റൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യാൻ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വൈകാരികമായ തീരുമാനം ആരെടുത്താലും അത് തെറ്റായിരിക്കും. കാരണം അത് ആ മൊമെൻറ്റിൽ നമ്മുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം എടുക്കുന്ന തീരുമാനം, അത് നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കണം. അതിന് നല്ല അറിവ് വേണം, പക്വതയോടുകൂടെ തീരുമാനങ്ങൾ എടുക്കുക. നമ്മൾ ഇമോഷണലായിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കാതിരിക്കുക, അതാണ് ശ്രദ്ധ. തീരുമാനം എടുക്കൽ എന്ന പ്രക്രിയ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇമോഷണലായിട്ട് നിങ്ങൾ എന്ത് തീരുമാനം എടുത്തോ ആ തീരുമാനം ഭാവിയിൽ നിങ്ങളെ കൊണ്ട് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തീരുമാനമാണെന്ന് ചിന്തിപ്പിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. മനുഷ്യന് ഒരു പ്രൈമേറ്റ് കൾച്ചറുണ്ട്, അല്ല എന്താ പറയുക, ഇതിനെ റോ സംസ്കാരം എന്ന് പറയാം. റോ ആയിട്ടുള്ളൊരു നേച്ചറുണ്ട് മനുഷ്യന്. മനുഷ്യനൊരു ജീവി, ഒരു ജന്തുവാണല്ലോ, ഒരു മൃഗമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ആ മൃഗസ്വഭാവങ്ങൾ ഏത് മൊമെൻറ്റിലും നമ്മളുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പരിഷ്കൃത സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സംസ്കൃത സ്വഭാവങ്ങൾ, സംസ്കരിച്ച സ്വഭാവങ്ങൾ നമ്മളെ തീരുമാനമെടുക്കാൻ അസിസ്റ്റ് ചെയ്യണം. അതിന് നമ്മുടെ ഇമോഷൻസിനെ ഡീല് ചെയ്യുവാനുള്ള പ്രോപ്പർ വിദ്യാഭ്യാസം നമുക്ക് വേണം. സ്കൂൾ വിദ്യാഭ്യാസം പോരാട്ടോ, അതിന് പ്രോപ്പറായിട്ടുള്ള മൈൻഡിനെ ഡീല് ചെയ്യുന്ന എഡ്യൂക്കേഷൻ വേണം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ശരി തെറ്റിൻ്റെ തീരുമാനമൊക്കെ നമുക്ക് തന്നെ തോന്നും ഞാൻ അന്ന് ശരിയെന്ന് വിചാരിച്ച് തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് നമ്മൾ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ആ റോ നേച്ചറിനെ ഹാക്ക് ചെയ്യൽ നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അല്ലാതെ നമ്മൾ ഡിസിഷൻസ് എടുത്താൽ നമ്മുടെ ഡിസിഷൻസ് നമുക്ക് പണി തരും. അവിടെ ഞാൻ അന്ന് ശരിയാണെന്ന് വിചാരിച്ചു, അത് തെറ്റായിരുന്നു എന്ന് ഇപ്പം മനസ്സിലായി എന്ന് പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? അത് കാരണം അവർ വൈകാരികമായ തീരുമാനങ്ങളായിരിക്കും അവിടെ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഓരോ തവണയും ശരി തെറ്റിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഇതെൻ്റെ ബുദ്ധി പറയുന്ന ശരിയാണോ, എൻ്റെ വികാരങ്ങൾ പറയുന്ന ശരിയാണോ എന്ന് തീരുമാനിക്കണം. ചില കാര്യങ്ങളിലേക്ക് എനിക്ക് വേറൊരു അഭിപ്രായം കൂടെ ഉണ്ട്, അവസാനമായിട്ട് അതുകൂടെ പറയാം. സമൂഹത്തെ ഒബ്സർവ് ചെയ്ത സാമൂഹ്യ നിരീക്ഷകന്മാരുണ്ട്. നമ്മളുടെ പൂർവികരായിട്ടുള്ള പല ബുദ്ധിജീവികളും നല്ല സാമൂഹ്യ നിരീക്ഷകന്മാരാണ്. അവർ ചില്ലറക്കാരെയൊന്നുമല്ല നിരീക്ഷിച്ചിട്ടുണ്ടാവുക, രാജാക്കന്മാരെ, വലിയ പ്രഭുക്കന്മാരെ, വലിയ ഇൻ്റലക്ച്വൽ ജയൻറ്റുകളെ, വലിയ കലാകാരന്മാരെ ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് തലമുറകളോളം ഒബ്സർവ് ചെയ്തൊരു പരമ്പര തന്നെയുണ്ട്. ഋഷി പരമ്പര പോലെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവരുണ്ട്. അവർ പൊതുവെ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള ചില കാഴ്ചകളുണ്ട്. ചിലതരം ഇമോഷൻസിനെ ഫോളോ ചെയ്ത് പോകുന്നവർ ഉത്തമോത്തമം ശ്രേഷ്ഠരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കരുണ, സ്നേഹം, നിലപാടുകൾ, സത്യസന്ധത, അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവർ അവരുടെ പരമ്പരകളോളം അവർ വളർന്നു പോയ ചരിത്രങ്ങളുണ്ട്. ചില ഇമോഷൻസിനെ ഫോളോ ചെയ്തവർ കുത്തുവാളെടുത്ത് പോയ ചരിത്രങ്ങളുമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു പാറ്റേണായിട്ട് ഇങ്ങനെ സൊസൈറ്റിയിൽ കാണുമ്പോൾ ഈ ബുദ്ധിജീവികൾ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇന്ന സാധനങ്ങൾ തെറ്റാണ്, ഇന്ന സാധനങ്ങൾ ശരിയാണ്, ദേഷ്യപ്പെടുന്നത് തെറ്റാണ്, സ്നേഹം കരുണ കാണിക്കുന്നത് ശരിയാണ്, ഇങ്ങനെയൊക്കെ ചില ഇമോഷൻസ് തെറ്റാണെന്നും അതിനെ ഫോളോ ചെയ്ത് ജീവിതത്തിനെ ഡിസിഷൻസിലേക്ക് കൊണ്ടുപോകരുതെന്നും, ചില ഇമോഷൻസ് ശരിയാണ് അതിനെ ഫോളോ ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കാമെന്നും ഒക്കെ അങ്ങനത്തെ തീരുമാനങ്ങൾ പൂർവികർ പലരും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ചൊക്കെ ശരിയുണ്ട്. അത് നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ പറയുന്നത് വെച്ചാൽ അത് ആ ഒരു കോൺസിക്വൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. അതെ, ഈ സമൂഹത്തെ ഒബ്സർവ് ചെയ്ത കോൺസിക്വൻസസിനെ നിലവിൽ പലതും സംഭവിച്ച പാറ്റേണുകളെ അതിൻ്റെ കോൺസിക്വൻസസിനെ ഒബ്സർവ് ചെയ്ത് എഴുതി വെച്ചതാണ്. അപ്പോൾ അതൊരു പൊതുവായ അഭിപ്രായമാണ്. ഉദാഹരണത്തിന് കാമം വളരെ ഡോമിനേറ്റായി നിൽക്കുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. കോപം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് പലരും അങ്ങനെ ചെയ്തപ്പോൾ നശിച്ചത് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ കാര്യമായി എടുക്കുക തന്നെ വേണം. കാരണം നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവിച്ചിട്ട് ഞാൻ എല്ലാം പഠിക്കും എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതം ഒരുപാട് വേസ്റ്റാവും. കുറേയൊക്കെ ഇതിന് മുമ്പ് ജീവിച്ചവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച് പഠിച്ചതിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ചൊക്കെ പഠിക്കണം. എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്ന് അനുഭവിച്ചിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ ആവശ്യമാണെന്ന് പറയാൻ കാരണം അതാണ്. ചരിത്രബോധം ഉണ്ടായിരിക്കണം നമുക്ക്. പിന്നെ കുറച്ചൊക്കെ ഈ ഇമോഷൻസിനെ ഡീല് ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് ചരിത്രബോധവും ഇമോഷൻസിനെ ഡീല് ചെയ്യാനുള്ള എബിലിറ്റിയും പക്വത, ബുദ്ധി, വിവേകം
സ്വന്തം വിസ്റ്റം, ഇന്നർ കോൾ, ഇതിനെയൊക്കെ അസസ്മെൻ്റ് ചെയ്യാനുള്ള ശീലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരി തെറ്റ് നമുക്ക് നിർണ്ണയിക്കാം. മനസ്സിലായോ?